ഹലോ എവരിവൺ. ഇന്ന് നമുക്ക് കുട്ടികളിൽ കാണുന്ന അലർജി മൂലമുള്ള ചൊറിച്ചൽ അല്ലെങ്കിൽ എക്സീമ, അതായത് എറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ കുറിച്ച് സംസാരിക്കാം. എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ അലർജി മൂലമുള്ള ചൊറിച്ചൽ അല്ലെങ്കിൽ എക്സീമ ഇന്ന് വളരെ സർവ്വസാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. എറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നായിട്ട് എന്താണ് എറ്റോപ്പി എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. എറ്റോപ്പി എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ 3 തരം അസുഖങ്ങൾക്ക് ആകെ കൂടി പറയുന്ന ഒരു ടേമാണ് എറ്റോപ്പി എന്നത്. അത് എറ്റോപ്പി എന്നാൽ അലർജി, അതായത് അലർജി മൂലമുള്ള തുമ്മൽ, അലർജി മൂലമുള്ള ചൊറിച്ചൽ, അതുപോലെ തന്നെ അലർജി മൂലമുള്ള ശ്വാസമുട്ട്, അതായത് അലർജിക് റൈനൈറ്റിസ്, അതായത് അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചൽ, പിന്നെ അലർജി മൂലമുള്ള ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ അലർജി മൂലമുള്ള ചൊറിച്ചൽ, എക്സീമ അതായത് എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ഇതിന് 3നെയും കൂടിയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ എറ്റോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എറ്റോപ്പി എന്ന് പറയുമ്പോൾ പാരമ്പര്യം വലിയൊരു ഘടകമാണ്. മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ എറ്റോപ്പിയിൽപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അലർജി മൂലമുള്ള തുമ്മലോ അലർജി മൂലമുള്ള ചൊറിച്ചലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് വരാനുള്ള സാധ്യത ഏതാണ്ട് 60%. എറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ KP അക്ബർ, കണ്ണൂരിൽ നിന്നുള്ള ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, എറ്റോപ്പി എന്നത് ഉദ്ദേശിക്കുന്നത് അലർജി എന്നാണ്. അലർജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. മാതാപിതാക്കൾക്ക് 2 പേർക്കും ഈ പറയുന്ന എറ്റോപ്പിയിൽപ്പെട്ട ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ബാധിച്ച കുട്ടികളുടെ രക്തം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 80% കേസുകളിലും അവരുടെ രക്തത്തിൽ സീറം IgEയുടെ ലെവൽ വളരെ കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതാണ്ട് 60% വരുന്ന കുട്ടികളിൽ ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് 2 മാസം മുതൽ 12 മാസം വരെയുള്ള കാലയളവിലാണ്. അതായത് 2 മാസം മുതൽ 12 മാസം വരെയുള്ള കാലയളവിലാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. 60% കേസുകളിലും ഇങ്ങനെയാണ്. 30% വീതം കേസുകളിൽ 5 വയസ്സിന് ശേഷമാണ് ഈ പറയുന്ന എറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഏതാണ്ട് 10% കേസുകളിൽ 6 വയസ്സിന് ശേഷവും മറ്റ് 20 വയസ്സിനും ഇടയിലുള്ള കാലയളവിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും പ്രൊറൈറ്റിസ് ആൻഡ് ഡ്രൈ സ്കിൻ, അതായത് വരണ്ട ചർമ്മവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചൊറിച്ചലുമാണ്. കുട്ടി ഈ ഡെർമറ്റൈറ്റിസ് അതായത് എക്സീമ ബാധിച്ച ഭാഗം ചൊറിഞ്ഞ് പിന്നെ മാന്തി, വീണ്ടും ചൊറിഞ്ഞ്, വീണ്ടും മാന്തി, വീണ്ടും ചൊറിഞ്ഞ്, അങ്ങനെ ഇച്ച് സ്ക്രാച്ച്, ഇച്ച് സൈക്കിൾ രൂപപ്പെടുകയും ക്രമേണ ഈ ചർമ്മത്തിന് ഒരു ഇളം കറുപ്പ് നിറമോ അല്ലെങ്കിൽ ബ്രൗൺ നിറമോ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് ലൈക്കനിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ലക്ഷണം തുടങ്ങുന്നത് 2 മാസത്തിനും 12 മാസത്തിനും ഇടയിലുള്ള കാലയളവിലാണെന്ന്. ഈ കാലയളവിലെ കുട്ടിയുടെ മുഖം അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ പുറംഭാഗങ്ങളിലൊക്കെ സ്കിന്ന് പഫി ആവുന്നു, അതായത് തുടുത്തു വരികയും പിന്നെ ചൊറിയുകയും പിന്നെ വീണ്ടും ചൊറിഞ്ഞ് വീണ്ടും മാന്തി, അങ്ങനെ ആ ഭാഗം ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് കുട്ടികളിൽ സാധാരണകളിൽ കണ്ടുവരുന്നത്. അതായത് 2 മാസം മുതൽ 12 മാസം വരെയുള്ള കാലയളവിൽ. ഇനി ഇത്തിരി മുതിർന്ന കുട്ടികളിൽ, അതായത് 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നത് ചെവിയുടെ പുറകിൽ, കഴുത്തിന്, നെഞ്ചിന്, അതുപോലെ സ്കിന്ന്, അതുപോലെ ജോയിൻറ്റിൻ്റെ, അതായത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കെണിപ്പുകളിൽ, അതായത് ജോയിൻസുകളിൽ ചൊറിഞ്ഞ് തുടുത്തു വരികയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ ഫ്ലെക്സറൽ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നു. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊറിയുകയും പിന്നെ അത് മാന്തുകയും പിന്നെ വീണ്ടും ചൊറിഞ്ഞ് അങ്ങനെ ഒരു തരം ദ്രാവകം യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുന്നു. ഇതാണ് ഒട്ടുമിക്ക കേസുകളിലും കുട്ടികളിൽ സാധാരണയിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അഥവാ ട്രിഗറിങ് ഫാക്ടേഴ്സ്, അതായത് ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അധികരിപ്പിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, പാരമ്പര്യം വലിയൊരു ഘടകമാണെന്ന്. അതായത് മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ എറ്റോപ്പിയിൽപ്പെട്ട ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഈ പറയുന്ന എറ്റോപിക് ഡെർമറ്റൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
സാധാരണഗതിയിൽ ഈ എട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, അതായത് അധികരിപ്പിക്കുന്ന ഘടകങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻഡോർ അലർജൻസ് എന്നും മറ്റൊന്ന് ഔട്ട്ഡോർ അലർജൻസ് എന്നും. ഇൻഡോർ അലർജൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിനുള്ളിലുള്ള കാരണങ്ങളാണ്. ഔട്ട്ഡോർ അലർജൻസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീട്ടിന് പുറമേയുള്ള കാരണങ്ങളെയാണ് ഔട്ട്ഡോർ അലർജൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഇൻഡോർ അലർജൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഡോർ അലർജൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ പൊടി തന്നെയാണ്, അതായത് ഹൗസ് ഡസ്റ്റ്. മറ്റൊന്ന് ചിലതരം ഭക്ഷണങ്ങളാണ്, അതായത് ഷെൽഫിഷുകൾ, ഉദാഹരണം ചെമ്മീൻ, കൂന്തൾ, അതുപോലെ കല്ലുമ്മക്കായ പോലുള്ള ഭക്ഷണങ്ങൾ, പിന്നെ നിലക്കടല, അതുപോലെ ചിലതരം വസ്ത്രങ്ങൾ, ഉദാഹരണത്തിന് കമ്പിളി പോലുള്ള വസ്ത്രങ്ങൾ, പിന്നെ ചിലതരം കളിപ്പാട്ടങ്ങൾ, അതായത് ടെഡി ബിയർ പോലുള്ള കളിപ്പാട്ടങ്ങൾ. അപ്പൊ ഈ കാരണങ്ങളൊക്കെയാണ് ഇൻഡോർ അലർജൻസ് ആയിട്ട് സാധാരണഗതിയിൽ കണക്കാക്കപ്പെടുന്നത്. ഇത് കൂടാതെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പെറ്റ്സുകൾ. ഈ പെറ്റ്സുകളുമായിട്ടുള്ള സമ്പർക്കം തീർച്ചയായിട്ടും ചൊറിച്ചിൽ അധികമാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇൻഡോർ അലർജൻസ് ആയിട്ട് സാധാരണഗതിയിൽ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്ഡോർ അലർജൻസ് എന്താണെന്ന് പരിശോധിക്കാം. ഔട്ട്ഡോർ അലർജൻസ് പറയുമ്പോൾ അതിലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീട്ടിന് പുറത്ത് കൂട്ടിൽ വളർത്തുന്ന പെറ്റ്സുകളുമായിട്ടുള്ള സംസർഗം തന്നെയാണ്. ഇത് കൂടാതെ ചിലതരം വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന പൂമ്പൊടികൾ, അതായത് പോളൻസ്, അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ, അതായത് വിന്റർ കാലാവസ്ഥ, ഇതൊക്കെയാണ് ഔട്ട്ഡോർ അലർജൻസ് ആയിട്ട് സാധാരണഗതിയിൽ കണക്കാക്കപ്പെടുന്നത്. ഇതിനൊക്കെ പുറമെ മെന്റൽ സ്ട്രെസ്, അതായത് മാനസികമായ സമ്മർദ്ദങ്ങൾ, അതായത് ചിലപ്പോൾ ഈ ചൊറിച്ചിൽ കൊണ്ട് കുട്ടിക്ക് ഉറങ്ങാൻ പറ്റാതെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ തന്നെ ഇതിനെ അധികരിപ്പിക്കും. അല്ലാതെ തന്നെയുള്ള മാനസിക സ്ട്രെസ്സുകളും ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസിന്റെ ചൊറിച്ചിലിനെ അധികരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ബാധിച്ച കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അതായത് ഇടയ്ക്കിടെയുള്ള കുളിപ്പിക്കലോ അല്ലെങ്കിൽ വാഷിങ്ങോ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടെ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ സ്വതവേ ഡ്രൈ ആയ സ്കിന്ന് വീണ്ടും വീണ്ടും ഡ്രൈ ആവുകയും അത് ചൊറിച്ചലിന് ഒരു കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോപ്പ് ഉപയോഗമാണ്. ഇടയ്ക്കിടെയുള്ള സോപ്പ് ഉപയോഗവും നാം കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ, വല്ലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നോൺ ഡ്രൈയിങ് സോപ്സ് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ ജലാംശം മുഴുവനായിട്ടും കംപ്ലീറ്റ് തുടച്ചെടുക്കുന്നതിന് പകരം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് അത് ഒപ്പിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് കുറച്ച് മോയ്സ്ചർ കുട്ടിയുടെ ശരീരത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കുളിപ്പിച്ചതിന് ശേഷം വല്ല മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കുട്ടിയുടെ ശരീരം മോയ്സ്ചറൈസ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഹോമിയോപ്പതി ചികിത്സയിൽ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസിന് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും കുറച്ച് നാളത്തെ നീണ്ടു നിൽക്കുന്ന ചികിത്സയുടെ ഒട്ടുമിക്ക കേസുകളിലും പൂർണ്ണമായും തന്നെ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.